ഈ ഓയിലും കണ്ടെയ്നറിനകത്തുള്ള രാസപദാർത്ഥങ്ങളുടെയും ആദ്യത്തെ ഇരകളാകാൻ പോകുന്നത് മീൻപിടുത്ത സമുദായമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോഴേറിയ പ്ലാസ്റ്റിക് പില്ലറ്റുകൾ അത് 1000 വർഷം കഴിഞ്ഞാലും ലയിച്ചു പോകില്ല. ആ 42 അഴിമുഖവും പൊഴിമുഖവും വഴി ഇത് നദികളിലേക്ക് കയറി ശുദ്ധജലമെല്ലാം മലിനമാക്കിയിരിക്കുകയാണ്. ഈ കപ്പലിലുണ്ടായിരിക്കുന്ന മാലിന്യങ്ങൾ അടിയന്തരമായി എടുത്തു മാറ്റിയില്ല എങ്കിൽ ഞങ്ങൾക്ക് മീൻ പിടിക്കുവാൻ പറ്റത്തില്ല. അദാനിക്ക് തീരെഴുതുവാനുള്ള ഇത്തരം നീക്കം ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് യോജിച്ചതല്ല. ഞങ്ങൾ അതിനെ ശക്തമായി എതിർക്കുവാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമസ്കാരം. MSC എൽസ 3 എന്ന കപ്പൽ മറിഞ്ഞതിനെ തുടർന്ന് കടൽ തീരവും കടലും മത്സ്യത്തൊഴിലാളികളും എല്ലാവരും തന്നെ അസ്വസ്ഥരാണ്. കാരണം തീരദേശത്തേക്ക് ഉൾപ്പെടെ നിരവധി പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് ഇപ്പോൾ അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. ഇത് മത്സ്യസമ്പത്തിനെ തന്നെ വലിയ രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ച് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഒറ്റക്കെട്ടായി പറയുന്ന ഇത്തരം കാര്യങ്ങള് പരിശോധിക്കപ്പെടേണ്ടതാണ്. പിന്നെ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഈ കപ്പൽ മറഞ്ഞത് മൂലം ഈ തീരപ്രദേശത്ത് എന്തൊക്കെ പ്രതിസന്ധികളാണ് സത്യത്തിൽ മത്സ്യത്തൊഴിലാളികളും തീരവും നേരിടുന്നത്? ഈ കപ്പൽ ഇവിടെ മുങ്ങിയതിന് ശേഷം ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് മത്സ്യം മുട്ടയിടുന്നത്. അത് ഉപരിതല മത്സ്യങ്ങളാണ് മുട്ടയിടുന്നത്. അപ്പം കപ്പൽ അത് ഏറ്റവും വലിയ ഒരു മീന് മുട്ടയിടാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ്. മീനിൻ്റെ അളവ് തന്നെ വളരെ കുറഞ്ഞിരിക്കുന്നു. രണ്ടാമത് ഈ ഓയിലും കണ്ടെയ്നറിനകത്തുള്ള രാസപദാർത്ഥങ്ങളുടെയും ആദ്യത്തെ ഇരകളാകാൻ പോകുന്നത് മീൻപിടുത്ത സമുദായമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോഴേറിയ പ്ലാസ്റ്റിക് പില്ലറ്റുകൾ അത് 1000 വർഷം കഴിഞ്ഞാലും ലയിച്ചു പോകില്ല. അപ്പോൾ ഇത് ഇപ്പം 42 നദികൾ വഴി പുഴകളിലും നദികളിലും കയറി 42 നദികളുടെ പൊഴിമുഖവും അഴിമുഖവും എല്ലാം ഒഴുകുന്നതാണ് കേരളത്തിലെ കടൽത്തീരം. ആ 42 അഴിമുഖവും പൊഴിമുഖവും വഴി ഇത് നദികളിലേക്ക് കയറി ശുദ്ധജലമെല്ലാം മലിനമാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് പൊതുസമൂഹത്തെയും മത്സ്യസമ്പത്തിനെയും മത്സ്യത്തൊഴിലാളികളെയും സാരമായി ബാധിച്ചു കഴിഞ്ഞു. പിന്നെന്താ, ഒരു ഷിപ്പ് മുങ്ങി അതിൽ അപകടകരമായ രാസപദാർത്ഥങ്ങളുണ്ട് എന്ന് നിങ്ങൾ പേര് പറയാതെ പറയുന്നു എങ്കിൽ അത് അടിയന്തരമായി യുദ്ധകാല അടിസ്ഥാനത്തിൽ എടുത്തു മാറ്റേണ്ട ചുമതലയുണ്ട്. അപ്പോൾ ഇത്തരം രാസപദാർത്ഥങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള അനുവാദമോ പ്രൊട്ടക്ഷനോ ഇവരെടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈ കപ്പലിനെതിരെ FIR ഇടണം. ഇതുവരെ FIR ഇട്ടിട്ടില്ല. അപ്പോൾ ഈ കപ്പൽ കമ്പനിയും അദാനിയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഈ കേരളത്തിലെ ഇന്ത്യയിലെയും പൊതുസമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് വലിയ മാരകമായ രോഗങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികളെയും പൊതുസമൂഹത്തെ തള്ളിവിടാൻ പോകുന്നു. അടുത്തതായി ഇവിടെ വന്ന റിപ്പോർട്ട് എന്താണ്? മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി കഴിഞ്ഞാൽ ഈ മാലിന്യങ്ങൾ മൂലം ചൊറിച്ചലും ശ്വാസകോശത്തിനും അസുഖമുണ്ടാകുമെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നു. നിയമവിദഗ്ധർ എന്താണ് പറയുന്നത്? ഇവർക്കെതിരെ നടപടിയെടുക്കണം. കോടതി എന്താണ് പറയുന്നത്? നിങ്ങൾ കേസെടുത്ത് അന്വേഷിച്ച് ഇത് എന്താണെന്ന് അറിയുവാനുള്ള അവകാശമുണ്ട്. പിന്നെ എന്താ, നിങ്ങൾ ഈ ഒരു തുറമുഖം അത് കമ്മീഷൻ ചെയ്താൽ കസ്റ്റംസ് വേണ്ടേ? ഇവിടെ കസ്റ്റംസ് ഇല്ല. അപ്പോൾ ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കള്ളക്കടത്ത് നടന്ന തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ അദാനിയുടെ മുണ്ട്രാ പോർട്ടാണ്. അങ്ങനെ ഒരു കള്ളനായ
ഒരു കള്ളക്കടത്തുകാരൻ്റെ തുറമുഖത്തിൽ ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോൾ ഈ ഇന്ത്യയുടെ കൊച്ചു തുരുത്തായ 42 നദികൾ ഒഴുകുന്ന വളരെ മനോഹരമായ ദൈവത്തിൻ്റെ സ്വന്തം കേരളമായ അവിടെ ഈ കമ്പനിക്ക് അനുവാദം കൊടുത്തു. അവിടെ ഞങ്ങളുടെ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ ഹാർബർ കമ്മീഷൻ ചെയ്തു. അവിടെ എന്തുകൊണ്ട് കസ്റ്റംസിലെ വെച്ചില്ല? അപ്പോൾ ഇതൊരു വലിയ കള്ളക്കടത്തിൻ്റെ ശൃംഖലയാണ്. ഇവിടെ ഇത്തരം ഈ കപ്പലിലുണ്ടായിരിക്കുന്ന മാലിന്യങ്ങൾ അടിയന്തരമായി എടുത്തു മാറ്റിയില്ല എങ്കിൽ ഞങ്ങൾക്ക് മീൻ പിടിക്കുവാൻ പറ്റത്തില്ല. ആ മീനില്ല. അപ്പോൾ ഇവിടെ എന്താ ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഞങ്ങളിവിടെ നിന്ന് ഈ ബ്ലൂ ഇക്കണോമിയുടെ ഭാഗമായി, നീല സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി ഇത്തരം കടുത്ത കള്ളക്കളികളും കടുത്ത നിയമങ്ങളും ഞങ്ങൾക്കെതിരെ കൊണ്ടുവന്ന് ഞങ്ങളെ ഈ തീരം വിട്ട് പലായനം ചെയ്യുവാനുള്ള നിഗൂഢമായ ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം പ്രവൃത്തികൾ ഇവർ നടത്തുന്നത്. ഇത് ഞാൻ വീണ്ടും പറയുന്നത്, ഇത് പൊതുസമൂഹവും മാധ്യമങ്ങളും ഇത് ഏറ്റെടുത്തുകൊണ്ട് ഇത് നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിൻ്റെ വിഷയമാണ്. പ്രകൃതിയെ സംരക്ഷിക്കുവാനുള്ള നമ്മുടെ പോരാട്ടമാണ്. ഇത് മത്സ്യത്തൊഴിലാളികളും ആദിവാസികളും ദളിതരും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്തരം വിപത്തുകൾക്കെതിരെ ഒരുമിച്ച് എതിർക്കുവാനും ഇത്തരം വിപത്തിന് ഉണ്ടാകാതിരിക്കുവാനുള്ള ഇടപെടൽ നടത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ സർക്കാർ ഇതിനെ അനുകൂലിക്കുന്നതെന്നാണോ താങ്കൾ? ഇതേ സർക്കാർ അനുകൂലിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി തന്നെ അന്ന് പറഞ്ഞല്ലോ, ഞങ്ങളുടെ പാർട്ട്ണറാണ് ഇതെന്ന്. അപ്പം ഒരു സംസ്ഥാന സർക്കാരിനെ ഈ അന്താരാഷ്ട്ര നിയമം അനുസരിച്ച്, ഇന്ത്യയുടെ നിയമം അനുസരിച്ച് 12 നോട്ടിക്കൽ മൈലല്ല, ഇതുപോലെയുള്ള അപകടം പറ്റുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ 200 നോട്ടിക്കൽ മൈൽ വരെ ആ പ്രദേശത്തുള്ള എവിടെയാണോ നടന്ന ആ സംസ്ഥാന സർക്കാരിന് കേസെടുക്കാം. എന്തുകൊണ്ട് കേസെടുക്കുവാൻ തയ്യാറാകുന്നില്ല? നമ്മളെന്താ ഇവിടെ ഒരു കുറ്റം ചെയ്താൽ ആദ്യം എഫ്ഐആർ ഇടും. എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്തിയാൽ തെറ്റുകാരനാണ് എങ്കിൽ അയാൾക്കെതിരെ കേസെടുക്കുക. ഇല്ലെങ്കിൽ എന്താ, അന്വേഷിച്ച് അയാളെ ഒഴിവാക്കും. അപ്പോൾ ആ പ്രാഥമികമായ ഇത്തരം കാര്യങ്ങൾ ചെയ്യാത്തതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ കമ്പനിക്ക് ഇതിൻ്റെ നഷ്ടപരിഹാരം കൊടുത്താൽ തീരത്തില്ല, അത്രയ്ക്കും വലിയ വിപത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കമ്പനി ഇൻഷുറൻസിൻ്റെ കുറച്ച് പൈസ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഇവരോട് സഹകരിക്കാതെ വന്നാൽ ഇതിൻ്റെ ഉത്തരവാദിത്വം മൊത്തം കമ്പനിയുടേതായി മാറും. അപ്പം നമുക്കൊരു റൈറ്റ് ഉള്ളത്, എഫ്ഐആർ ഉണ്ട് എങ്കിൽ ഈ ഇന്ത്യൻ കടലിൽ ഈ MSC എൽസ 3യുടെ കപ്പലിൽ നമുക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് അത് ഈടാക്കാമെന്ന് ഉള്ള അന്താരാഷ്ട്ര നിയമമുണ്ട്. ആ നിയമം നടപ്പിലാക്കാൻ എന്താ പേടിക്കുന്നത്? അപ്പോൾ ഇത്തരം കള്ളക്കളികൾ സംസ്ഥാന സർക്കാരെ അദാനിക്ക് കൂട്ടുനിന്ന് കേരളത്തിൻ്റെ ഞങ്ങൾ നൂറ്റാണ്ടുകളായി കാത്തു സൂക്ഷിച്ച ഞങ്ങളുടെ ഉപജീവനമായ ഞങ്ങളുടെ പോറ്റമ്മയായ കടലും തീരവും എല്ലാം അദാനിക്ക് തീരെഴുതുവാനുള്ള ഇത്തരം നീക്കം ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് യോജിച്ചതല്ല. ഞങ്ങൾ അതിനെ ശക്തമായി എതിർക്കുവാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ തീരത്തടക്കം ഈ പെല്ലറ്റുകൾ ഇങ്ങനെ അടിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണോ? തീരത്ത് പെല്ലറ്റുകൾ കൂടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ്. വേറൊരു കളിയുമായി ചില സന്നദ്ധ സംഘ NGOs ഇവിടെ വന്നിരിക്കുന്നു. അവരെന്താ ചെയ്യുന്നത്, ഇതൊക്കെ കുറച്ച് ഫോട്ടോ എടുത്ത് ഇത് വാരി അവിടെ തന്നെ കുഴിച്ചു മൂടുന്ന, അവിടെ തന്നെ കൂട്ടുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. ഞങ്ങൾക്കിപ്പോൾ പുറത്തിറങ്ങാൻ വയ്യ. ഞങ്ങൾ അവിടെ നിന്ന് വാരിക്കൊണ്ട് വന്നതാണ്. വിവിധ ഗ്രാമങ്ങളിൽ നിന്ന് ഞങ്ങൾ വാരിക്കൊണ്ട് വന്ന ഈ സാധനം പ്രതീകാത്മകമായി ഞങ്ങൾ ഇവിടെ ഉപേക്ഷിക്കുന്നത് എന്താ? ഞങ്ങളിതിനെതിരാണ് പ്ലാസ്റ്റിക്കിന്. അതുകൊണ്ട് ഞങ്ങളുടെ ഗതികെട്ട അവസ്ഥയിലാണ് ഞങ്ങളിത് ഇവിടെ കൊണ്ട്. അതായത് നമ്മുടെ ഈ ചെറിയ തീരങ്ങളിലടക്കം ഇതിങ്ങനെ അടിഞ്ഞു കൂടിക്കൊണ്ടിരിക്കും. ഇത് എല്ലാ തീരങ്ങളും കൊച്ചി മുതൽ നമ്മൾ തെക്ക് തമിഴ്നാട് വരെ ഇത്തരം ഇത് എല്ലാ തീരങ്ങളിലും ഇത് അടിഞ്ഞു കൂടി കഴിഞ്ഞു. ഇനി എത്ര എണ്ണം പൊട്ടി വരണമെന്ന്, ഇതൊരു ചെറുതാണ്. വലിയ റോക്കറ്റാണ് വരാൻ പോകുന്നത്. ഞങ്ങളുടെ ഉറക്കം പോയി. ഞങ്ങൾ കടലിൽ പോകുമ്പോൾ പേടിയാണ്, എപ്പോഴാണ് ഈ കണ്ടെയ്നർ പൊങ്ങി വന്ന് ഇത് പൊട്ടുന്നത് ഞങ്ങൾക്കറിയത്തില്ല. അടിയന്തരമായി സംസ്ഥാന സർക്കാരിന് മത്സ്യത്തൊഴിലാളികളോട് അല്പമെങ്കിലും ഇത് ഉണ്ട് എങ്കിൽ നമുക്ക് അടിയന്തരമായി ആ കണ്ടെയ്നറുകൾ അത് കടലിൻ്റെ അടിയിൽ തട്ടി നിന്നെടുത്ത് പരിശോധിച്ച് ഈ അനുവാദമില്ലാതെ കൊണ്ടുപോയ കമ്പനിക്കെതിരെ കേസെടുക്കണം. എന്തായാലും മാലിന്യം മൂലം ഈ മത്സ്യസമ്പത്ത് തന്നെ നശിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കുന്നത്. ഇതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൃത്യമായി ഇടപെടണം എന്നും ഇവർ ആവശ്യപ്പെടുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.